റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ദിവസേന നിരവധി നിർണായക വഴിത്തിരിവുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമായി മാറിയത് പ്രോജക്റ്റ് നൈറ്റ് ഹോൾ എന്ന പ്രഖ്യാപനമാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി യുകെയും ഉക്രൈനും ചേർന്ന് ഒരു ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കാൻ പോകുന്നു എന്ന് ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തു വന്നു. ഇത് വെറുമൊരു പ്രഖ്യാപനം മാത്രം അല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് നേരിട്ട് ഉന്നയിച്ചൊരു വെല്ലുവിളിയാണ്. ഈ പ്രഖ്യാപനം വന്ന സമയവും വളരെ നിർണായകമാണ്. കാരണം അടുത്തിടെ റഷ്യ പശ്ചിമ ഉക്രൈനിലേക്ക് കിൻസൽ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചിരുന്നു. അതിലൂടെ പുടിൻ നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. നിങ്ങൾ ഉക്രൈനിലേക്ക് സൈന്യം അയച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇതാണ് ഉദാഹരണം. ഈ ഹൈപ്പർസോണിക് മിസൈൽ ഏകദേശം 58 കിലോമീറ്റർ ദൂരം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ കടന്നു പോകാൻ കഴിവുള്ളതാണ്. അതിലും കുറഞ്ഞ സമയത്താണ് അത് ലക്ഷ്യത്തിലെത്തുന്നത്. അതിനാൽ തന്നെ ഇതിനെ യൂറോപ്പിലേക്ക് പ്രയോഗിക്കുന്നത് റഷ്യയ്ക്ക് വലിയ വെല്ലുവിളിയൊന്നും അല്ല എന്ന് പുടിൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ പ്രോജക്റ്റ് നൈറ്റ് ഫോൾ എന്ന നിർണായക പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവമാണിത്. ഈ പദ്ധതി വികസിച്ചാൽ ഭാവിയിൽ റഷ്യ ഉക്രൈനെ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് റഷ്യയ്ക്ക് തന്നെ വലിയ നഷ്ടമായി മാറും. പ്രത്യേകിച്ച് യുദ്ധം അവസാനിച്ച ശേഷമുള്ള ഘട്ടത്തിൽ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. അതിനാൽ ഈ വീഡിയോയിൽ പ്രോജക്റ്റ് നൈറ്റ് ഫോളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി അറിയാം. ഉക്രൈൻ, റഷ്യ, യുകെ ഈ 3 രാജ്യങ്ങളും പരസ്പരം അടുത്ത ബന്ധമുള്ള രാജ്യങ്ങൾ എന്നൊന്നും പറയാൻ കഴിയില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുകെയും റഷ്യയും നാസി ജർമ്മനിക്കെതിരെ ഒരുമിച്ച് പോരാടിയ ചരിത്രമുണ്ടെങ്കിലും സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞ് റഷ്യ ഒരു സ്വതന്ത്ര രാജ്യമായി രൂപപ്പെട്ടതോടെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും റഷ്യയ്ക്ക് എതിരായ ഒരു വിരോധം ശക്തിപ്പെട്ടു. ഇത് പിന്നീട് റുസോഫോബിയ എന്ന അവസ്ഥയിലേക്കാണ് വളർന്നത്. അതായത് റഷ്യയെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ ആന്റി റഷ്യൻ വികാരം യൂറോപ്പിൽ വ്യാപിപ്പിക്കൽ. ഈ മനോഭാവം ശക്തമാക്കുന്നതിൽ യുകെക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളതും അംഗീകരിക്കേണ്ട കാര്യമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഈ നിലപാട് കൂടുതൽ ശക്തമായി. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രോജക്റ്റ് നൈറ്റ് ഫോൾ എന്ന തീരുമാനം. ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം 500 കിലോമീറ്റർ ദൂരം വരെ പ്രഹരശേഷിയുള്ള 200 കിലോഗ്രാമിൽ അധികം വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുക എന്നതാണ്. ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇപ്പോൾ ഉക്രൈന്റെ കൈവശമുള്ള സൈനിക ശക്തി എത്രയെന്നറിയേണ്ടത് അനിവാര്യമാണ്. ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ ഉക്രൈൻ എത്രത്തോളം കഴിവുണ്ടെന്നും അതിലൂടെ റഷ്യയ്ക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും നമ്മൾ വിലയിരുത്തണം. 2022 മുൻപ് ഉക്രൈന് വലിയ സൈനിക ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈൽ, ഹ്രീം പദ്ധതി, പിന്നീട് സാപ്സൺ മിസൈൽ തുടങ്ങിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവ പരിമിതമായിരുന്നു. ഉക്രൈൻ ആയുധങ്ങളുടെ 95%-ലധികവും റഷ്യയിൽ നിന്നുള്ള ആശ്രയത്തിലായിരുന്നു. 2014 മുൻപ് റഷ്യ ആയുധ വിതരണം ഒന്ന് നിർത്തിയാൽ ഉക്രൈന് യുദ്ധശേഷി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ 2014 റഷ്യ ക്രീമിയ കൈവശപ്പെടുത്തിയതിനു ശേഷം ഉക്രൈൻ ക്രമേണ റഷ്യയിൽ നിന്നും അകന്ന് സ്വതന്ത്ര സൈനിക ശേഷി വികസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നെങ്കിലും റഷ്യ ഉക്രൈനിൽ SMO, സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്ന് റഷ്യ വിളിച്ചിരുന്ന സംഭവം ഇന്ന് പൂർണ്ണമായ ഒരു യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നിഷേധിക്കാനും കഴിയില്ല. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഉക്രൈന്റെ ആഭ്യന്തര ആയുധ നിർമ്മാണ ശേഷി വളരെ പരിമിതമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ സ്വന്തം ദൂരപ്രഹര ശേഷിയുള്ള മിസൈൽ സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു. 2022 റഷ്യ യുദ്ധം ആരംഭിച്ച ഉടൻ തന്നെ ഉക്രൈന്റെ മിസൈൽ വ്യവസായത്തെ ലക്ഷ്യം വെച്ചാണ് ആദ്യ ആക്രമണങ്ങളെല്ലാം നടന്നത്. മിസൈലുകളുടെ സ്പെയർ പാർട്സും ഇന്ധനവും നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളെയാണ് പ്രധാനമായും റഷ്യ തകർത്തത്. കൃത്യമായി പറഞ്ഞാൽ നിപ്രോവോസ്കിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പെട്രോ കെമിക്കൽ ഫാക്ടറി പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അതുപോലെ ഡോൺബോസിൽ പ്രവർത്തിച്ചിരുന്ന മിസൈലുകൾക്കായിട്ടുള്ള എഞ്ചിനുകൾ നിർമ്മിച്ച ഒരു നിർണായക വ്യവസായ യൂണിറ്റും ഈ യുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ തകർന്നു. ഈ വ്യവസായങ്ങൾ അന്ന് നശിപ്പിക്കപ്പെടാതിരുന്നെങ്കിൽ ഇന്ന് ഉക്രൈന് കുറഞ്ഞത് ചില ബാലിസ്റ്റിക് ശേഷിയെങ്കിലും ഉണ്ടായേനെ. എന്നാൽ റഷ്യ അതിന് മുൻപ് തന്നെ ഉക്രൈന്റെ ശേഷികളെല്ലാം ഇല്ലാതാക്കി. അതിനാലാണ് ഇന്ന് ഉക്രൈൻ ആവശ്യമായ ഒരു ഫയർ പവർ ഇല്ലാത്തത്. അവർക്ക് സ്വന്തമായി മതിയായ മിസൈലുകൾ ഇല്ല. അതിനാൽ 10 ആക്രമണങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ പോലും ആ 10 ആക്രമണങ്ങൾക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഉക്രൈൻ.
ഫ്ലമിംഗോ എന്ന പേരിൽ ഏകദേശം 3000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ തങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് ഉക്രൈൻ അവകാശപ്പെട്ടെങ്കിലും അതിനെ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ പ്രായോഗികമായി ഉപയോഗിച്ചതായി ഇതുവരെയും സ്ഥിരീകരിച്ച തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതായി വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും അവയൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാൽ ഉക്രൈൻ ഒരു വിശ്വാസയോഗ്യമായ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവും ശക്തമായ MLR സിസ്റ്റവും ആവശ്യമാണ്. മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം സംവിധാനവും അനിവാര്യമാണ്. എന്നാൽ ഇവയെല്ലാം തന്നെ പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു മാത്രം തുടരാൻ കഴിയില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും സഹായങ്ങൾ നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിൽ കൂടുതൽ പ്രധാനമായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുടിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതായി കണ്ടതിന് ശേഷം ഉക്രൈൻ പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിക്കാൻ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് UK ആശ്രയിക്കുന്നതല്ലാതെ ഉക്രൈന് മറ്റ് വഴിയില്ലാതായത്. പ്രത്യേകിച്ച് അടുത്തിടെ റഷ്യ ഓഷ്യനിക് മിസൈൽ ഉപയോഗിച്ച സംഭവത്തിന് പിന്നാലെ UK പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പ്രോജക്റ്റ് നൈറ്റ്ഫോൾ പ്രഖ്യാപിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി 500 കിലോമീറ്റർ റേഞ്ചും 200 കിലോഗ്രാമിൽ കൂടുതൽ വാർഹെഡ് ശേഷിയുമുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈൻ്റെ സർക്കാർ സ്ഥാപനങ്ങളുമായി ചേർന്ന് UKയുടെ ഫണ്ടിങ്ങിലൂടെ ഉക്രൈനിൽ തന്നെ നിർമ്മിക്കുന്നു എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായും ഉക്രൈനിൽ നിർമ്മിക്കുന്ന ഹോം ഗ്രൗണ്ട് മിസൈൽ ആയിരിക്കും. എന്നാൽ അതിനാവശ്യമായ സാങ്കേതിക വിദ്യ UK നൽകും എന്നതും അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് സാങ്കേതിക വിദ്യ ഞങ്ങൾ നൽകും, മിസൈൽ ഉക്രൈനിൽ തന്നെ നിർമ്മിക്കും എന്ന് ഇത്ര വ്യക്തമായി ഒരു രാജ്യം പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞിരുന്നത് 2 രാജ്യങ്ങളും തുല്യ പങ്കാളികളായി ചേർന്ന് നിർമ്മിക്കും എന്ന തരത്തിലൊക്കെയായിരുന്നു. എന്നാൽ ഇതുപോലുള്ളൊരു നേരിട്ടുള്ള അംഗീകാരം ഇതാദ്യമായാണ്. ഇത്തരം ഒരു പ്രഖ്യാപനം നടത്താൻ കാരണം റഷ്യ ഉപയോഗിച്ച ഓഷ്യനിക് മിസൈൽ ആക്രമണമാണ്. ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഒരു അടിയന്തര യോഗം നടക്കാനിരിക്കുകയാണ്. ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഉക്രൈനിൽ റഷ്യ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചതാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം അത്തരം ഒരു മിസൈൽ വിക്ഷേപിക്കുമ്പോൾ അതിൽ സാധാരണ വാർഹെഡ് ആണോ അതോ ആണവ വാർഹെഡ് ആണോ എന്ന് ഉടൻ തിരിച്ചറിയാനൊന്നും കഴിയില്ല. ഇത് നന്നായി ആലോചിച്ചാൽ മനസ്സിലാകും. നാറ്റോയും റഷ്യയും തമ്മിൽ അതീവ സംഘർഷം നിലനിൽക്കുന്ന ഒരു സമയത്ത് ഉക്രൈനിലേക്ക് ഇത്തരം ഒരു മിസൈൽ വിക്ഷേപിച്ചിരുന്നെങ്കിൽ നാറ്റോ ശക്തമായി പ്രതികരിച്ചേനെ. അത് മധ്യാകാശത്തിൽ വെച്ച് തന്നെ തകർക്കാൻ അവർ ശ്രമിച്ചിരിക്കും, അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടായിരുന്നു. അവർക്ക് അതിനാവശ്യമായ സാങ്കേതിക വിദ്യ കൈവശമുണ്ടെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട്. കാരണം വിക്ഷേപിക്കപ്പെടുന്നത് ഒരുപക്ഷെ ആണവ വാർഹെഡുള്ള മിസൈൽ ആയിരിക്കാം. അതും നാറ്റോ അതിർത്തിയിൽ നിന്ന് വെറും 58 കിലോമീറ്റർ അകലെ പൊട്ടിത്തെറിച്ചാൽ അത് ഉക്രൈന് മാത്രം അല്ല, സമീപ പ്രദേശങ്ങളിലും അത് വൻ നാശമായിരിക്കും. അത്തരമൊരു സ്ഫോടനത്തിൽ ഉണ്ടാകുന്ന വായുമർദ്ദ മാറ്റവും കാറ്റിന്റെ ദിശ മാറ്റവും കാരണം ഏകദേശം 3000 കിലോമീറ്റർ ചുറ്റളവിൽ റേഡിയേഷൻ മേഘം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അത് അതിയായ ഗുരുതരമായ ഒരു ദുരന്തമായി മാറും. ഇത്തരമൊരു സംഭവം നാറ്റോക്കെതിരായ ആക്രമണമായിട്ടായിരിക്കും കണക്കാക്കപ്പെടുക. അതിനാൽ ഇത്തരമൊരു സാഹചര്യത്തെ തടയാൻ റഷ്യയെ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ നിർബന്ധിപ്പിക്കണം. അതിനുള്ള ഏക മാർഗം ഉക്രൈന് ശക്തമായ ആയുധം നൽകുക എന്നതാണ് എന്ന് UK വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്: യൂറോപ്യൻ യൂണിയനിൽ ഇത്രയധികം രാജ്യങ്ങൾ ഉള്ളപ്പോൾ മറ്റ് രാജ്യങ്ങൾ മൗനം പാലിക്കുമ്പോൾ UK മാത്രം എന്തുകൊണ്ട് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നു? ഈ പ്രോജക്റ്റ് നൈറ്റ്ഫോൾ നല്ലൊരു തീരുമാനമാണ് എന്നതിൽ സംശയമില്ല. റഷ്യൻ ആക്രമണങ്ങളിൽ നിന്നും ഉക്രൈനെയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാൻ ഇത്തരമൊരു മിസൈൽ സംവിധാനം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ റഷ്യയുടെ ഇസ്കാന്ദർ മിസൈലിന് സമാനമായ ഒരു ടാക്ടിക്കൽ മിസൈൽ സംവിധാനം വികസിപ്പിക്കാനാണ് UKയും ഉക്രൈനും ലക്ഷ്യമിടുന്നത്. എന്നാൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെല്ലാം മൗനം പാലിക്കുമ്പോൾ UK മാത്രം മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ട്? ഇത് വെറും അമേരിക്കയിൽ നിന്നും മാറി നിൽക്കുക എന്നതല്ല. അടുത്തിടെ UK ഒപ്പുവെച്ച വാണിജ്യ കരാറുകളും രാഷ്ട്രീയ തീരുമാനങ്ങളും നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇന്നത്തെ അവസ്ഥയിൽ UK യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഡമ്മി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കോളനിയലിസം വഴി ലോകത്തിലെ ഭൂരിഭാഗം ഭരിച്ചിരുന്ന രാജ്യം ഇന്ന് തൻ്റെ തിരിച്ചറിയൽ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. ജിയോപൊളിറ്റിക്സിൽ നീ ആരാണ് എന്ന് ചോദിക്കപ്പെടുന്ന നിലയിലേക്ക് UK തള്ളപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥ മാറ്റാൻ തന്നെയാണ് UK ശ്രമിക്കുന്നത്. അതിനിടയിൽ ട്രംപ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്ന് തുറന്നു പറഞ്ഞു. അതിൻ്റെ സുരക്ഷാ ഉത്തരവാദിത്വവും ഒരു പരിധിവരെ UKയുടെ മേൽ വരുന്നതും UK കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. ഇവയെല്ലാം ചേർന്നാണ് UK ഒരു പുതിയ ജിയോപൊളിറ്റിക്കൽ ഘട്ടത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്.
അമേരിക്ക ചെയ്യുന്നതെല്ലാം എനിക്കും ചെയ്യാൻ കഴിയും, യൂറോപ്പ് ഇപ്പോഴും എൻ്റെ സ്വാധീനത്തിലുണ്ട് എന്ന സന്ദേശം നൽകാൻ UK വിവിധ രാജ്യങ്ങളുമായി പുതിയ ബന്ധങ്ങളും കരാറുകളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഉക്രൈന് മിസൈൽ സഹായം, യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സ്ട്രാറ്റജിക് ഇടപാടുകൾ, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇത് പലർക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയില്ല. അതിനാൽ യൂറോപ്പിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാനുള്ള ശ്രമത്തിലാണിപ്പോൾ UK. ഈ സംഭവം അതിൻ്റെ ആദ്യ ചുവടായി കണക്കാക്കാം. മറ്റ് രാജ്യങ്ങൾ പ്രതികരിക്കാതിരുന്നിട്ടും UK മാത്രം പ്രതികരിച്ചതും ഇതുകൊണ്ടാണ്. അതേസമയം അമേരിക്ക നാറ്റോയിൽ ഒരു വലിയ ലൂപ്പ് ഹോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് നിന്റെ പ്രശ്നമാണ്, പണം നൽകിയാൽ മാത്രമേ ഇടപെടൂ എന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ അവസരവും UK പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ജർമ്മനിയുടെ വളർച്ചയും ഇതിന് പിന്നിൽ വലിയൊരു ഘടകമാണ്. അടുത്ത ലോകയുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഭാവിയിലെ കാര്യമാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ ആഗോള സ്വാധീനം ഉറപ്പിക്കാൻ UK ശ്രമിക്കുന്നു എന്നത് വ്യക്തമാണ്. അവസാനമായി ഗ്രീൻലാൻഡിനെ കുറിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. സുരക്ഷാ കാരണങ്ങൾക്കപ്പുറം അവിടെയുള്ള റെയർ എർത്ത് എലമെന്റ്സുകളാണ് യഥാർത്ഥ വിഷയം എന്ന് മനസ്സിലാക്കണം. സമീപകാലത്ത് റെയർ എർത്ത് വിഷയത്തിൽ അമേരിക്കയ്ക്ക് ചൈനയിൽ നിന്നും വലിയൊരു തിരിച്ചടി ലഭിച്ചിരുന്നു. ചൈനയെ ഒഴിവാക്കി അമേരിക്കയ്ക്ക് സ്വതന്ത്രമായി ഈ മേഖലയിൽ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർക്കും ഇപ്പോൾ വ്യക്തമാണ്. ചിപ്പ് നിർമ്മാണം മുതൽ F-35 യുദ്ധവിമാനത്തിലെ 18% നിർണായക ഘടകങ്ങൾ വരെ ഇന്നും ചൈനയുടെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഈ ആശ്രയം അവസാനിപ്പിക്കണമെങ്കിൽ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. അതിനാൽ ഗ്രീൻലാൻഡിനെ ലക്ഷ്യമിടുന്നത് വെറും സുരക്ഷാ കാരണങ്ങൾ കൊണ്ടല്ല. അവിടെയുള്ള റെയർ എർത്ത് സമ്പത്തുകളാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, എണ്ണ ശേഖരത്തെക്കാൾ പോലും പ്രധാനപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപ് ഇതിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തിടെ പുടിൻ പോലും ഇതിനെ പിന്തുണ നൽകാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ വ്യക്തമല്ല. എങ്കിൽ പോലും ട്രംപും പുടിനും ഒന്നിച്ചാൽ അത് യൂറോപ്പിനും ചൈനയ്ക്കും വലിയ ഭീഷണിയായിരിക്കും. ട്രംപ് ജിയോപൊളിറ്റിക്സിൽ സജീവമായിരിക്കുന്നിടത്തോളം എന്തും സംഭവിക്കാം. നാളെ തന്നെ റഷ്യയിൽ പോയി പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതും അസാധ്യമല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഗ്രീൻലാൻഡിനെ അമേരിക്ക ലക്ഷ്യമിടുന്നത് അവരെ വീണ്ടും ആഗോള ആധിപത്യത്തിൻ്റെ അത്യുച്ചത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ്. ഇതാണ് സത്യം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.